അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രാത്രി സമയം ഏറെ വൈകിയിട്ടും തൻ്റെ മകനെ കാണുന്നില്ല. റഷീദ ഉമ്മ ടെൻഷൻ ആവുകയാണ്. എവിടെ റബ്ബേ ഈ ചെക്കനെ പോയി കിടക്കണത്? ആ പെണ്ണിനെ മണിയറയിലാക്കിയിട്ട് വല്ലാത്തൊരു പുതുമ. സീനാൻ വരാത്തതിൽ ഉമ്മാക്ക് നല്ല ബേജാറുണ്ട്. എന്നാലും എൻ്റെ റബ്ബേ, ആളുകളെല്ലാം ചോദിക്കുന്നു, സീനാന് വന്നീരടി? ഇല്ലേ, ഓനെ കാണാനില്ല. ഓനെ എവിടെ? ഓനിപ്പത് ഓൻ്റെ പെണ്ണുങ്ങളെടുത്തൊക്കെ പോയിക്കാണ്. ഓളെന്താ വല്ലാത്തൊരു പുതുമ. ഉമ്മ ഷാഹിനയുടെ മണിയറയിലേക്ക് കയറി ചെന്നു. മോളെ ഷാഹിന, മോള് വിഷമിക്കണ്ട കേട്ടോ, ഓന് വരും. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇപ്പം വരൂട്ട മോളെ. മോള് ഉറങ്ങിക്കോളി. പിന്നെ ഓന് എത്തിയാൽ എന്നെ വിളിച്ചോളും. കുറേ നേരമായില്ലേ ഉറക്കമൊഴിച്ച് നിൽക്കണേ. അതേ, ഇവിടെ ഉപ്പയൊക്കെ ആശുപത്രിക്ക് ഒരു കാര്യത്തിന് വേണ്ടിയാണ് പോയിക്കണേ. അപ്പം പിന്നെ ഉപ്പാൻ്റെ അടുത്തേക്കാണ് പോയപ്പോൾ അങ്ങനെ ഓനവിടെ നിന്നാൽ തോണ്ടുപോകാൻ വരാതിരിക്കൂല. മോള് വിഷമിക്കല്ലേ കേട്ടോ. ഉമ്മ വിഷമിക്കണമെന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, കുഴപ്പമില്ല. അല്ല മോളെ, ഈ കിടന്നോ? സമയപ്പം എത്രയായി? വരേണ്ട നേരമായി. വല്ലാത്തൊരു പുതുമ. ഇന്ന് തന്നെ ഇപ്പം ഇങ്ങനൊരു അതാപുണ്ടായത് വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി. കുട്ടിയെ ഇജൊന്നുകൊണ്ട് വിഷമിക്കണ്ട, വൈകാതെ ഓനെത്തും. എന്തെങ്കിലും ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും ആണോ? ഞാൻ കൊടുന്നരാം. ഏയ് ഒന്നും വേണ്ട, ഞാൻ ഇപ്പോൾ കുടിച്ചതല്ലേ ഉള്ളൂ. ഉമ്മാക്ക് ആകെ ആശങ്കയാണ്. പഠിച്ചോനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഉമ്മ ഫോൺ എടുക്കുന്നു. സിനാനൊന്ന് വിളിച്ച് നോക്കാം. എൻ്റെ റബ്ബേ, ഈ ചെക്കനെ കാണാൻ എന്ന് തന്നെ പോനിപ്പോൾ ഈ ഒരു പരിപാടിക്ക് പോയിട്ട് ഒന്നുകൊണ്ട് വന്നൂടെ? ഇനിയിപ്പോൾ ഓൾക്ക് തലകറക്കോ എന്ത് കറക്കൊക്കെയെന്നാവോ. അതിനിങ്ങനെ ഓനവിടെ കാവലിക്കണോ? ഓന് പറഞ്ഞ് ഒക്കെ ശരിയായി, കല്യാണം എന്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കൊരു ജീവിക്കാൻ ഒരു സൗഭാഗ്യം ഇല്ലയെന്ന് വെച്ചാൽ വല്ലാത്തൊരു പുതുമ തന്നെയാണ്. ഉമ്മ സിനാൻ്റെ നമ്പർ എടുക്കുന്നു. അടിച്ചിട്ട് പോണില്ല. എങ്ങനെ ഇത് ഗൾഫത്തെ നമ്പറല്ല, ഇനി വാട്സപ്പ് കോൾ എങ്ങാനും ചെയ്ത് നോക്കാം, എന്നാലേ ഇപ്പോൾ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നെറ്റ് ഓണാണോ അതും അറിയില്ല. വല്ലാത്തൊരു മുഹ്സിനാൻ്റെക്കും ഉപ്പാൻ്റെക്കും വിളിക്കാൻ പോകുന്നുണ്ടല്ലോ. തൽക്കാലം വേണ്ട, അവിടെ കട്ടെ. ഓലൊക്കെ ഓളെ വൈത്തനാണ്, പോട്ടെ, പ്രശ്നമില്ല. സിനാൻ ഹോസ്പിറ്റലിലാണ്. ഡോക്ടേഴ്സ് പറയുന്നു അവളിനി ടെൻഷനാക്കരുത്. നിങ്ങൾ നല്ല രീതിയിൽ ടെൻഷനാക്കാതെ അവളെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ അവൾക്ക് ഈ ഒരു ഇതിൽ നിന്നൊരു മുക്തമാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഇനി മനസ്സിലേക്ക് വിഷമിക്കുന്ന വല്ല ന്യൂസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ ശ്വാസതടസ്സം, പ്രയാസം, ബുദ്ധിമുട്ട്, തലകറക്കൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ കുട്ടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അങ്ങനെ വല്ലാതെ ഒറ്റപ്പെടുത്തി വിഷമിപ്പിക്കരുത്. ഉമ്മയാണെന്ന് വിളിക്കുന്നത്. സിനാനതാ ഫോൺ എടുക്കുവാൻ വേണ്ടി നിൽക്കുന്നു. അല്ലെങ്കിൽ ഉമ്മ എന്താ ഈ ഒരു സമയത്ത്? എന്താവോ? ഹലോ മോനെ സിനോ. എന്തോ ഉമ്മ? ഉമ്മാനെ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക? എന്താ മോനെ എൻ്റെ കഥ? അവിടെ ഇപ്പോൾ ആശുപത്രിയിൽ ഉമ്മയും മോൾട്ടൊക്കെ ഇല്ലേ? അല്ല, ഉപ്പയും മോൾട്ടൊക്കെ ഇല്ലേ? പിന്നെ എന്താ എനിക്ക്? ഉമ്മ ശരിയാണ്, പക്ഷേ സുഖമില്ലാതെ കിടക്കുന്നത് ആരമ്മക്കറിയില്ലേ? എൻ്റെ ഭാര്യയല്ലോ ഉമ്മ. ഞാൻ അപ്പസിനാനെ ഇതോ പറ, ഇതാരാ? അല്ലമ്മ, ഇവളെന്ന് വെച്ചാൽ എൻ്റെ സിനാനെ. ഇജ് ഓരോന്ന് പറഞ്ഞ് കഴിച്ചിലാണ്ട, ഇങ്ങോട്ട് പോര്. ഓളവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. തൽക്കാലം ഇപ്പം ഓളൊക്കെ അവിടെ ഉണ്ടല്ലോ. ഇജ് ഇങ്ങോട്ട് പോന്നാ. ഷാഹിനാനെ ഒറ്റക്കാക്കി ഈ പൊയ്ക്കുക. എന്ത് മോശത്തരം പരിപാടിയായി ചെയ്യണത്? കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോയിക്കുക, ആദ്യത്തെ പെണ്ണുങ്ങളപ്പോൾ. എന്താ സിനാന എൻ്റെ കഥ? ഇജൊന്നിട്ട് പോന്നാ, വേം വാ. അനക്ക് വേണ്ടിയ കുട്ടി ഇങ്ങനെ കാത്തിരിക്കണ്. ഉമ്മ ഓളോട് കെടുക്കാൻ പറയും. ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളായി കഴിഞ്ഞിട്ടേ വരുള്ളൂ. പൊന്നാരൻ്റെ സിനാനെ, ഇതുവരെ ഇതിൻ്റെ വാക്കനുസരിച്ചിക്കണ്. ഇന്ന് വരെ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. എനിക്കെതിരായിട്ട് ഈ പറഞ്ഞിട്ടില്ല ഉമ്മ, ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി ഉമ്മ കുറച്ച് എനിക്ക് ഇവളെ കാര്യം കൂടി ഞാൻ നോക്കട്ടെ. കുറേ ദിവസം ഉമ്മാൻ്റെ കൂടെ നിന്നില്ലേ? ഇവൾക്ക് കുറച്ച് സീരിയസ് ആണുമ്മ. സീരിയസോ? എന്ത് കാര്യത്തിന്? ഒന്ന് തല കറങ്ങി വീഴുന്നു. അതോ പുതിയാപ്പളിൻ്റെ രണ്ടാം കെട്ട് അതിൻ്റെ വർത്താനം കേട്ടിട്ടോ? സീരിയസ്. അതേ, കുറേ അഭിനയം ഉണ്ടാവും. ഇജ് വല്ലാതെ മെയിൻറ്റ് ചെയ്യണ്ട, അങ്ങോട്ട് പോരുജ്. മെയിൻറ്റ് ചെയ്താലേ അതിനായിട്ട് നിൽക്കും. ചില ആൾക്കാരുണ്ട് അങ്ങനെ, ഓരിങ്ങനെ സുഖമില്ലാത്ത മാതിരി അഭിനയിക്കും, കാട്ടിക്കൂട്ടും, അങ്ങനെയൊക്കെ ചെയ്യും. മെയിൻറ്റ് ചെയ്യാതെ ഇങ്ങോട്ട് പോന്നാ.
ഇനി അവിടെ നിൽക്കണ്ട, മതി, സമയം 11:30 ഇപ്പോഴും അവിടെ പോയി നിൽക്കാച്ച്. ഇങ്ങോട്ട് പോര്, വേം വാ. ഉമ്മ ഞാനില്ലെന്ന് പറഞ്ഞില്ലേ, ഡിസ്ചാർജ് ചെയ്ത് ഞാനെങ്ങനെ ഇങ്ങോട്ട് വരും? പൊന്നാര സിനാനെ, കുരുത്തക്കേട് വാങ്ങണ്ട, ഇങ്ങോട്ട് പോരിച്ച്, പറഞ്ഞില്ലാന്ന് വേണ്ട. എന്താ ഉമ്മ, സ്വന്തം ഭാര്യ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ ഞാൻ ഉപ്പാനെ പറഞ്ഞേക്കാം അങ്ങോട്ട്. ആ തന്ത അവിടെ ഇരുന്നോട്ടെ, ഈ ഇങ്ങോട്ട് പോരിൻ്റെ മോനെ. അതെ, വലിയ കുടുംബത്തിലത്തെ പെണ്ണാണ് കേട്ടോ ഷാഹിന. ഓളെ നല്ല രീതിയിൽ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ പോയാൽ പിന്നെ എന്തിനു തന്നിൻ്റെ പൊന്നാര മോനെ. ഞാൻ ഇപ്പോൾ ഓൾക്ക് ചായയും വെള്ളവും പാലൊക്കെ കൊണ്ടേ കൊടുത്തിക്കണം, അക്കോള് കുടിച്ചേക്കണ്. വാ എൻ്റെ കുട്ടി ഒന്ന് വാ മോനെ. എന്താ ഈ ഇങ്ങനെ? ഉമ്മ ഞാൻ പറഞ്ഞില്ലേ, അവളോട് കിടക്കാൻ പറയാം, എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇപ്പോൾ. എൻ്റെ പൊന്നാര സിനാനെ, ഉമ്മ അത്യാഹിത വിഭാഗത്തിലാണ് അവൾ കിടക്കുന്നത്, നിങ്ങൾക്കറിയോ? അവൾക്ക് തീരെ വയ്യ, ശ്വാസതടസ്സമായിട്ടും ടെൻഷനായിട്ടും പിന്നെ ബ്ലഡിൽ എന്തൊക്കെ കലർന്നിട്ടുണ്ടെന്ന്, അതുകൊണ്ടൊക്കെ ഇത് കൂടുതലായിട്ട് ഓവറായി എന്നൊക്കെ പറയുന്നത്. സിനാനെ, ഡോക്ടർമാരല്ലേ, ഓലവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി പല കളവും പറയും. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, പല രീതിയിൽ കളവ് പറയൂലേ. അങ്ങനെ ഇത് നോക്കണം, ബ്ലഡ് നോക്കണം, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അത് ഇത്ര കൂടുതൽ ഇത്ര കുറവ്, ഈ മെഡിസിന്, അങ്ങനെ പറഞ്ഞ് ഓരോ ദിവസം നീട്ടിട്ട് കണ്ട് ഓൽക്കൊലെ ബില്ലിൽ പൈസ ആക്കാൻ. അല്ലാതെന്താ പൊന്നാരസി, ഞാൻ ഓല വാക്ക് കെട്ടി നിൽക്കണ്ടേ? ഇങ്ങോട്ട് പോര്, ഓല് നാളെ ഇങ്ങോട്ട് പോന്നോളൂ, ഇജ്ജിപ്പോൾ ഇങ്ങോട്ട് പോന്നാ. മുഹ്സിനിയുടെ കൂടെ നിൽക്കാൻ തന്നെ ഉമ്മ സമ്മതിക്കുന്നില്ല. സിനാനെ എത്രയൊക്കെ തന്നെ പറഞ്ഞിട്ടും ഉമ്മ പറഞ്ഞു, പൊന്നാര സിനാനെ വന്നോ, ഉമ്മയുടെ പറയണത്, ഉമ്മാർ പറയണത് അങ്ങനെ കേൾക്കാക്കാൻ പറ്റൂല. എന്താ ഉമ്മ ഞാൻ ചെയ്യുക? ഞാൻ ഉമ്മയുടെ ഭാഗം നിൽക്കണോ അത് ഇവളുടെ ഭാഗം നിൽക്കണോ? എനിക്ക് രണ്ടാളും വേണം, ഉമ്മയും വേണം എൻ്റെ ഭാര്യയും വേണം. സിനാനെ, ഇജെൻ്റെ മറ്റേ ഭാര്യനെ പറ്റി പറയണല്ലേ കേട്ടോ, പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് എനിക്കാണ് കുറ്റം ഉണ്ടാകുക. ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ച് വീട്ടിൽ കയറ്റി കൊണ്ടുവന്ന് മണിയറിയിലെത്തിയിട്ട് ഓന് വരുന്നില്ല, നാണം കെട്ട ചെക്കൻ. ഓൻ ആദ്യത്തെ പെണ്ണുങ്ങളെടുത്ത് കണ്ട് ഓടിക്കാണ്, ഓളെ തലോടാനും തഴുകാനും. ഉമ്മയുടെ സ്വഭാവം മാറി തുടങ്ങുന്നു എന്ന് സിനാന് ഏറെക്കുറെ മനസ്സിലായി. അതെ, ഉമ്മാക്ക് തോന്നിയാൽ ഉമ്മ പലതും വിളിച്ചു പറയും. സിനാനെ, എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട, ഇങ്ങോട്ട് പോര്, എനിക്ക് അതാ നല്ലത്. ദേഷ്യപ്പെട്ട് ഉമ്മ പറയുകയാണ്. സിനാന് മനസ്സിലായി, ഇത് പിടിച്ചാൽ കിട്ടൂല. ഉമ്മാൻ്റെ കൂടെ ഇത്രയും ദിവസം ഞാൻ നിന്നു, കട്ട സപ്പോർട്ടായിട്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഹ്സിക്ക് പോലും ഒന്ന് വിളിക്കാതെ ഞാൻ നിന്നു, ഉമ്മാൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം. ഉമ്മാൻ്റെ ഇഷ്ടത്തിനേ നിന്നിട്ടുള്ളൂ. എന്നിട്ടും ഉമ്മ അല്പം വൈകിയപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, ഉമ്മ എൻ്റെ പൊന്നുമ്മ എന്നോട് പൊറുക്കണങ്ങൾ, എനിക്ക് വരാൻ പറ്റില്ല ഉമ്മ ഇന്ന്. സിനാനെ, എന്നോട് ഞാൻ പല വട്ടമായിട്ട് ഇത് പറയുന്നുണ്ട്, ഇജിൻ്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. നമ്മൾ രണ്ടുപേരും നല്ല നിലക്കാണ് ഇപ്പോൾ കഴിഞ്ഞു പോണത്. അതേ മാറ്റം വരുത്തരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട, ഇറങ്ങി ഇങ്ങോട്ട് പോര്, അതെനിക്ക് നല്ലത്. ഉമ്മ ദേഷ്യപ്പെടുകയാണ്. ഉമ്മ ഞാൻ വന്നോളാം, നിങ്ങൾ കിടക്കി, എല്ലാവരും കിടന്നോളി, ഞാൻ വന്നോളാം. സിനാന് തൽക്കാലം അങ്ങനെ അങ്ങ് പറഞ്ഞ് ഒപ്പിച്ചു. എന്നാൽ വേഗം ഇങ്ങോട്ട് വാ, ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ട്. ഉമ്മ കാത്തിരിക്കൊന്നും വേണ്ട, ഞാൻ വന്നോളാം, നിങ്ങൾ കിടന്നോളി. മുഹ്സിനിയുടെ സ്ഥിതിഗതിയെക്കുറിച്ചോ അല്ലെങ്കിൽ മുഹ്സിനിയെ പറ്റിയോ ഒരു വാക്ക് പോലും ഉമ്മ ചോദിക്കുന്നില്ല. അതെല്ലാം അഭിനയാണ് മോനെ, അതാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അതെല്ലാം കേട്ടപ്പോൾ സിനാനെ വിഷമായി. റബ്ബേ, പാവം ഒരുപാട് അനുഭവിച്ചതാണ്. 1 മാസത്തോളം ഞാനും അവളോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. റബ്ബേ പഠിച്ചവനെ, നീ പുറത്തു കണ്ട റബ്ബേ. എൻ്റെ ഉമ്മയുടെ ഭാഗം ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് അവളോട് അല്പം ദേഷ്യത്തിലൊക്കെ പെരുമാറി. അവളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, ഉമ്മ പറയാണ്, അവള് അതൊക്കെ ആൾക്കാർക്ക് വിളിച്ച് വർത്താനം പറയലും ഗ്രൂപ്പും കാര്യവും ഞാൻ പറഞ്ഞൊന്നും കേൾക്കൂല. അതൊക്കെ ഉമ്മ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ചില സമയത്ത് തോന്നിപ്പോവും, റബ്ബേ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. പക്ഷേ ഒരിക്കലും എൻ്റെ ഭാര്യ മുഹ്സിന അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്ക് നന്നായിട്ടറിയാം. അവൾക്ക് എന്നെ ഇഷ്ടമാണ്, എന്നെ കൂടുതൽ വിശ്വാസവുമാണ്, എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ തെറ്റായ പ്രവൃത്തികളൊന്നും ചെയ്യില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഉമ്മ പറഞ്ഞ് അതങ്ങോട്ട് ഓക്കെ ആക്കായിരുന്നു. ഉപ്പ, അതാ അവൻ വിളിക്കുന്നു. എന്താ മോനെ? ഉപ്പ, എൻ്റെ ഉപ്പ ഉറക്കമൊഴിച്ച് ഇവിടെ നിൽക്കണ്ട, ഉപ്പ വീട്ടിലേക്ക് പോയിക്കോളി. മോനെ, ഞാനങ്ങനെ വീട്ടിലേക്ക് പോയാലുണ്ടല്ലോ എനിക്കൊരു സുഖം തരും മോനെ, ഞാൻ ഇവിടെ കിടന്നോളാം, ഞാൻ ഇവിടെ ഇരുന്നിറങ്ങിക്കോളാം സ്വസ്ഥമായിട്ട്. എനിക്കൊന്ന് ഉപ്പ നിങ്ങൾ പോയിക്കോളി, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിൽക്കാൻ മോനെ, എനിക്കൊന്നുമില്ല, വീട്ടിൽ പോയാലാടാ ബുദ്ധിമുട്ട്.
ആ പറയണത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. ഞാനാണ് ഓളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇനി പറയും വേണ്ടി വരില്ല. റബ്ബേ, ഉപ്പ നിങ്ങൾ പോയിക്കോളി, ഉപ്പാക്ക് അസുഖമൊക്കെ ഏറും, ഉപ്പ പോയിക്കോളി. സിനാൻ്റെ നിർബന്ധപ്രകാരം ഉപ്പ പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു. മോനെ, ഇപ്പം ഞാൻ പോണില്ല, നാളെ രാവിലെ പോയിക്കോളാം, അതായിരിക്കും നല്ലത്. മുഹ്സിയുടെ മനസ്സിൽ ആശ്വാസമായി. പഠിച്ചോനെ, എൻ്റെ സിനു വന്നല്ലോ, എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടൊന്നുമില്ല. എന്തിനായിരുന്നു സിനു ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ അതോ ഉമ്മാനെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ? മുഹ്സിനയുടെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്, മുഹ്സിനക്ക് ആരോഗ്യനില വീണ്ടെടുക്കാനാകുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടെ അവൾ ഒരു ഭയങ്കരമായ അഗാധമായൊരു ടെൻഷനിലേക്ക് കടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് അവൾക്ക് ശ്വാസതടസ്സം ഉണ്ടാകുന്നുണ്ട്. ശരീരത്തിലൂടെ ഒരു വേദന, പെയിനാകെ വരുന്നുണ്ട്. ഒരാളോട് മിണ്ടാനും പറയാനും കഴിയാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ അവൾക്ക് വേണ്ടി വരും. പിന്നെ പഴയ രീതിയിൽ ടെൻഷൻ ആക്കാനും ബുദ്ധിമുട്ടിക്കാനൊന്നും പാടില്ല. കുറച്ചൊക്കെ കെയറിങ് ഒക്കെ വേണം. ഡോക്ടർ, അതൊക്കെ ഞാൻ ചെയ്തോളാം. അവളെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോവാണ് ഗൾഫിലേക്ക്. ആഹാ, അത് നല്ലത്. പക്ഷേ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അവളുടെ കൂടെ ഒരുപാട് ടൈം നിൽക്കാൻ കഴിയില്ലല്ലോ. അല്ല, പാർട്ട്ണറുമായിട്ടാണ് ജോലി. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഓക്കെ ഓക്കെ. എന്തൊക്കെ തന്നെയാലും രാത്രികാലങ്ങളിൽ ഭാര്യയോട് പിരിഞ്ഞിരിക്കാതിരിക്കുകയാണ് നല്ലതാണ് കേട്ടോ. കാരണം ഒരുപാട് ടെൻഷൻ അടിച്ചടിച്ച് കണ്ണീര് വാർത്ത് നല്ല രീതിയിൽ സങ്കടപ്പെട്ടിട്ടുണ്ട് കുട്ടീനെ കണ്ടാൽ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഡോക്ടറെ, രാത്രി ഞാനുണ്ടാകും, അത് കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്ക് തന്നെ മുഹ്സിനക്ക് ഒരു ടെൻഷൻ വരുമ്പോൾ, ആ ഒരു അസുഖം വരുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ശരിക്കും അവനക്ക് സങ്കടമാണ് വരുന്നത്. റബ്ബേ, എൻ്റെ വീട്ടിലെത്തിയതിന് ശേഷമാണ് അവൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്. ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു. റബ്ബേ, എത്ര നല്ലൊരു മോളായിരുന്നു. ഉമ്മാൻ്റെ ഈ ഒരു കുത്തുവാക്കും, ഉമ്മാൻ്റെ പഠിച്ചവനെ എന്താ ഇപ്പം ചെയ്യുക? ഉമ്മയായിപ്പോയി, ഒന്നും പറയാനും വയ്യല്ലോ. അല്ല, രണ്ട് ഭാഗവും ക്ലിയർ ആക്കിക്കൊണ്ട് പോകാനാണ് ഞാൻ വിചാരിച്ചത്. ഉമ്മാൻ്റെ ഭാഗം ക്ലിയർ ആക്കണം, അവളതും. പക്ഷേ ഒരു മാസത്തോളം ഞാൻ ഉമ്മയുടെ ഭാഗം മാത്രം ക്ലിയറാക്കി, അവളത് ക്ലിയറാക്കിയില്ല. അതുകൊണ്ടാണ് റബ്ബേ അവൾ ഇത്രയും വലിയ ടെൻഷനിലേക്ക് വന്നു വീണത്. റഹ്മാനെ, നീ പൊറുക്ക്. ആ രാത്രി അതാ മുഹ്സിനയുടെ അരികിൽ സിനാൻ കഴിച്ചു കൂട്ടുന്നു. അവൾക്ക് വേണ്ടതെല്ലാം അവൻ കൊടുക്കുന്നു. ഇടയ്ക്കിടെ അവളുടെ മുഖത്തും തലമുടിയിലെല്ലാം അവൻ തലോടുന്നു. മുഹ്സി, മോളെ, സിനു ഇന്ന് വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ലല്ലേ? ഹേയ്, എന്ത് റെസ്റ്റ്? നീ ഇവിടെ കിടക്കുമ്പോൾ എന്താ പെണ്ണേ റെസ്റ്റ്? അല്ല സിനു, ഞാൻ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ? എന്താ? സിനുവിൻ്റെ നിക്കാഹ് കഴിഞ്ഞതല്ലേ രണ്ടാമതായിട്ട്? അപ്പോൾ അവളെ ഒറ്റക്കിട്ടിട്ട്? എൻ്റെ പെണ്ണേ, നീ എന്താ അത് കരുതി നിൽക്കുകയാണോ? ഞാനങ്ങനെ പെണ്ണെ അങ്ങനെ ചെയ്യോ? നീ ഉണ്ടായിട്ട് എനിക്ക് എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? എനിക്ക് നല്ല സുന്ദരിയായ, നല്ല സൽസ്വഭാവിയായ, എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു ഭാര്യയെ പടച്ച റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ആലോചിക്കുമോ? മറ്റൊരു പെണ്ണിനെ നിക്കാഹ് ചെയ്യോ? ഒന്ന് ആലോചിച്ച് നോക്കിൻ്റെ പെണ്ണെ. ഇക്ക, അത് അതെ, ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു നിക്കാഹ് ഞാൻ പ്ലാൻ ചെയ്തത്. ഉമ്മാക്കുള്ള ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മരുമകളെ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അവൾക്ക് എത്രയായിട്ടും സംശയം വിട്ടുമാറുന്നില്ല. തൻ്റെ സിനു അവളെ നിക്കാഹ് കഴിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവളുടെ മനസ്സിലുള്ളത്. അവൾ വേദനയോടെ പറഞ്ഞു, സിനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട്. സിനു, എന്താ പെണ്ണേ? എൻ്റെ സിനു പോയിക്കോ. സിനുവിന് വേണ്ടി കാത്തിരിക്കാൻ ഒരു പെണ്ണില്ലേ അവിടെ? അവൾ കരയുന്നു. എൻ്റെ പെണ്ണെ, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വെറും ഒരു അഭിനയം മാത്രം. അല്ല സിനു, എനിക്ക് തോന്നാണ് സിനുവിന് പറ്റിയ പെണ്ണ് അത് തന്നെയാണെന്ന്. എന്താ പെണ്ണ് നീ ഇങ്ങനെ പറയുന്നത്? അതെ, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ്, തറവാടുള്ള സൗന്ദര്യമുള്ള പണക്കാരിയായ പെണ്ണ്. അത് സിനുവിന് ഇഷ്ടപ്പെട്ട പെണ്ണായിരിക്കും. അല്ലാതെ എന്നെപ്പോലെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് എൻ്റെ സിനു പോയിക്കോ. എങ്ങോട്ട്? ഒരു അന്യ സ്ത്രീയുടെ അടുത്തേക്ക് ഞാൻ പോവേ? എന്താ പെണ്ണെ, ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം വെറും നാടകം മാത്രമാണ്. സിനു, എനിക്ക് പേടിയാവുന്നു. ഉമ്മ ഇതൊക്കെ അറിയുമ്പോൾ എന്താവും? തൽക്കാലം സിനു പോയി അഭിനയിച്ചോ, അവളുടെ അടുത്തേക്ക് പോയിക്കോ.
മുസി, എന്താ പെണ്ണെ നീ പറയുന്നത്? ഉമ്മാക്ക് വേണ്ടത് ഒരു പെണ്ണിനെയാണ്. ആ പെണ്ണിനെ ഞാൻ അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഉമ്മ അവളെ നല്ലോണം അങ്ങോട്ട് സ്നേഹിക്കട്ടെ. എന്തായിത്തീരും എന്നൊക്കെ നമുക്ക് കാണാലോ. അപ്പോഴേക്കും എൻ്റെ മുസ്സിയുടെ അസുഖമൊക്കെ മാറി ഷിഫിയായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് നെക്സ്റ്റ് പ്ലാനിങ് അറിയോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, അതുതന്നെയാണ് പ്ലാനിങ്. നിന്നെയും കൊണ്ട് ഞാൻ പറക്കും എൻ്റെ മോളെ. ഭയമുണ്ടോ? അല്ല, എനിക്ക് ഇതിലൊക്കെ കയറാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ? ഹേയ്, ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഗൾഫിലേക്ക് പോവേ റബ്ബേ. അതേ പെണ്ണെ, ഉമ്മാക്ക് വീട്ടിൽ ഒരു മരുമകള്, എനിക്ക് ഗൾഫിൽ ഒരു മരുമകള്. എങ്ങനെയുണ്ട്? അത് കേട്ട് അവൾ ചിരിച്ചു. അതെ, ഉമ്മാക്ക് ഇഷ്ടപ്പെടുമെന്നാവും എന്നെ കൊണ്ടുപോകുന്നത്. അതിനെന്താ പെണ്ണേ, നിന്നെ കൊണ്ടുപോകുന്ന ഉമ്മാക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ അതിനല്ലേ വീട്ടിൽ നല്ലൊരു തൻ്റെടിയായ മരുമകളെ ഞാൻ എത്തിച്ചു കൊടുത്തത്. സംഭവം അടിപൊളിയാണ് മോളെ. നീ അവളെ കണ്ടിട്ടുണ്ടോ? സിനു പ്ലീസ്, എനിക്ക് സമാധാനമില്ല. സത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ ആ മുറക്കങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉമ്മക്കനുസരിച്ചാണ് ചെയ്തോളും. നമ്മൾക്ക് പോകണേ. ഇനി ഞാൻ നിന്നെ വിടില്ല. ഇനിയും നിന്നെ വിട്ടാലേ പറയേണ്ടി വരില്ല. സിനു, ഉമ്മ സമ്മതിക്കില്ല, എനിക്കറിയാം. ഉമ്മ സമ്മതിക്കണ്ടല്ലോ, ഉമ്മക്കൊരാളെ ഞാൻ കൊടുത്തില്ല, പിന്നെ എന്താ നിനക്ക് ടെൻഷൻ? അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ട സിനു തൻ്റെ അടുക്കിലേക്ക് വരുമെന്നും സംസാരിക്കുമെന്നും യാതൊരു പ്രതീക്ഷയും അവൾക്കില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, മറ്റൊരു മണവാട്ടിയെയും കൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ട സിനു കയറി വരുന്നത്. എന്നെ ഒരിക്കലും മൈൻഡ് ചെയ്യില്ല, ഉറപ്പുണ്ടായിരുന്നു. അവളും അപ്പോൾ ആ സമയത്തും ദുആ ചെയ്തിരുന്നത് മറ്റൊന്നുമായിരുന്നില്ല. എൻ്റെ റബ്ബേ, പഠിച്ചോനെ, സിനു എന്നെ ഒഴിവാക്കാതിരുന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ നല്ല താല്പര്യമുണ്ട്, പക്ഷേ അതിനുള്ള വിധിയില്ല. അള്ളാഹുവേ, എനിക്ക് എന്നാലും ഈ ലോകത്തില്ലെങ്കിൽ പരലോകത്ത് ജീവിക്കാൻ കഴിയണേ എന്നൊക്കെയായിരുന്നു അവൾ ചിന്തിച്ചിരുന്നതും ആലോചിച്ചിരുന്നതും. എന്നാൽ അൽഹംദുലില്ലാ, സിനുവിൻ്റെ സ്വഭാവം നല്ല രീതിയിലായി പെട്ടെന്ന് തന്നെ മാറിയിട്ട് മുഹ്സിനയുടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക് അവൻ ഓടിയെത്തുകയായിരുന്നു. അല്ലെങ്കിലും സിനാന് സ്നേഹമുള്ളവനാ. തൻ്റെ പ്രിയപ്പെട്ട മുഹ്സിയുടെ കൂടെ നിൽക്കുന്നത് തന്നെ അവൻക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ വീട്ടിൽ ഉമ്മ കാത്തിരിക്കുകയാണ് സിനാനെ. എൻ്റെ പൊന്നാര സിനാനേ, ആ ഷായിന മോള് അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ആ കുട്ടി വല്ലാത്തൊരു പുതുമയാണ് ഇവൻ കാട്ടിക്കൂട്ടിയത്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനൊരു പണി കാട്ടുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ വല്ലാത്തൊരു മോനായിപ്പോയി. ആ രാത്രിയിൽ അതാ മുസ്തിയുടെ കൂടെ ICUവിൽ പ്രിയപ്പെട്ട സിനാൻ അവളുടെ കൂടെ ഇരിക്കുന്നു. അവളുടെ മുഖവും മുടിയുമെല്ലാം അവൻ തലോടി കൊടുക്കുന്നു. എൻ്റെ മുഹ്സി, ഇനി എന്നും ഇൻഷാ അല്ലാ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സിനു, എനിക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു. സിനുവിനെ എന്നും കൂടെ വേണം എന്നെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ കിട്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചാലെങ്കിലും എൻ്റെ കൂടെ അല്ല, പരലോകത്ത് എൻ്റെ സിനു എനിക്ക് ഭർത്താവായി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ പെണ്ണെ, ദുനിയാവിൽ തന്നെ നമുക്ക് ആദ്യം ജീവിക്കണം ഇൻഷാ അല്ലാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരലോകത്ത് സ്വർഗത്തിൽ. സിനു, അഥവാ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ? പെണ്ണെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. അല്ല, എൻ്റെ ആരോഗ്യനില ആകെ വഷളായി വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഡോക്ടർ. അപ്പോൾ അഥവാ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എൻ്റെ സിനു ഇന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെണ്ണിനെ നല്ല രീതിയിൽ സംരക്ഷിക്കണം, നല്ല രീതിയിൽ നോക്കണം. എൻ്റെ പെണ്ണെ, നീ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയല്ലേ. അതിനൊന്നും ആയിട്ടില്ല. പടച്ച റബ്ബ് ഇനിയും നമുക്കൊക്കെ ആയുസ് നീട്ടിത്തരട്ടെ. നമ്മൾക്ക് ജീവിതം തുടങ്ങിയിട്ടുള്ളല്ലോ പെണ്ണെ. മുസ്സി, നിന്നെ വിഷമിപ്പിച്ചതിനെ ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അത് എനിക്ക് അങ്ങനെ ഒരു നാടകത്തിന് അതേ വഴിയുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ സംഭവങ്ങളൊന്നും നടക്കില്ലായിരുന്നു എൻ്റെ പെണ്ണെ. മുഹ്സിന ആ കണ്ണീരിനിടയിലും അവൾ ചിരിച്ചു. സിനാൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സിനുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അതെന്താ പെണ്ണെ? അതെ, സത്യമായിട്ടും മുഹ്സി, എനിക്കും അങ്ങനെ തന്നെ. എന്നാലും ഒരു മാസക്കാലം
എങ്ങനെ പിടിച്ചു നിന്നെന്ന് നീ എന്നോട് ചോദിക്കരുത്. അതല്ലാതെ വഴിയില്ലായിരുന്നു എൻ്റെ പെണ്ണെ. അവർ രണ്ടുപേരും അവരുടെ സംഭവങ്ങളെല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് അവർ അവരുടെ സുഖജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്നാൽ ഇപ്പോഴും മുഹ്സിനയോട് അവൻ സംസാരിക്കുന്നതും മിണ്ടുന്നതും പറയുന്നതും കൂടെ നിൽക്കുന്നതും ഒന്നും ഉമ്മക്ക് ഇഷ്ടമേ അല്ല. ഇനി ഗൾഫിലേക്ക് കൊണ്ടുപോവുക എന്നും കൂടി പറഞ്ഞു കേട്ടാൽ ഉമ്മാക്ക് തീരെ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തൊക്കെ തന്നെയാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.